ഷക്കീന ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈസ് ടംബ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നൈസ് ടംബ്ലർ എന്നും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് നിങ്ങളുടെ ഉള്ളിനുള്ളിലുള്ള വിശ്വാസസംബന്ധമായ പല സംശയങ്ങൾക്കുമുള്ള ഉത്തരവുമായിട്ടാണ്. നിങ്ങൾ ഞങ്ങളെ ഇമെയിൽ വഴിയും ഫോണിലൂടെയും നമ്മുടെ വീഡിയോസിന് കമൻറ്റുമായി നിങ്ങളിടുന്ന ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് നൈസ് ടംബ്ലറിൻ്റെ വലിയൊരു ഉത്തരവാദിത്വമായി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. അത്തരത്തിൽ നിങ്ങളുടെ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ക്രൈസ്തവർ ലോകരക്ഷകനായി ദൈവപുത്രനായി കാണുന്ന ഈശോ മിശിഹ, ഈ ഈശോയുടെ ജനനം വളരെ വ്യക്തമായി ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈശോയുടെ പരസ്യ ജീവിതത്തിന് ശേഷമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും അതുപോലെ തന്നെ ഈശോയുടെ പീഡാസഹനങ്ങളും മരണവും ഉയർപ്പുമെല്ലാം വളരെ വ്യക്തമായി ബൈബിളിലുണ്ട്. എന്നാൽ ഒരു 12 വയസ്സ് തുടങ്ങി 30 വയസ്സ് വരെയുള്ള ഈശോയുടെ കാര്യം ചോദിക്കുമ്പോൾ നമ്മളിൽ പലവരും നിശബ്ദരായി പോയിട്ടുണ്ട്. പലതിനും തെളിവുകളില്ല എന്ന് പറഞ്ഞ് നമ്മൾ മൗനം അവലംബിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നമ്മുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തുകയാണ് ഇന്ന്. അതിനായി നമ്മളെ സഹായിക്കാനായി, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് താൻ ജനിച്ചു വളർന്ന വിശ്വാസത്തിൽ നിന്ന് നിരീശ്വരവാദത്തിലേക്ക് പോവുകയും ആ യാത്രയിൽ ഇടയിൽ വെച്ച് തൻ്റെ യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞ്, സത്യദൈവ വിശ്വാസത്തെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുമതം സ്വീകരിച്ച് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വിശ്വാസത്തിനെതിരെയുള്ള പല ചോദ്യങ്ങൾക്കും തക്കതായ മറുപടികൾ നൽകുന്ന ശ്രീ അനിൽകുമാർ വി അയ്യപ്പനാണ്. ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ അനിൽകുമാർ വി അയ്യപ്പനെ. ശ്രീ അനിൽകുമാർ, കേൾക്കാമല്ലോ അല്ലേ? തീർച്ചയായും കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട് താങ്കളെ പോലുള്ള ഒരു വ്യക്തിയെ നമ്മുടെ ഷക്കീന ടെലിവിഷന്റെ നൈസ് ടംബ്ലറിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുന്നതിൽ. ഞാനിപ്പോൾ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ യുവജനങ്ങൾക്കിടയിലുള്ള ചില ചോദ്യങ്ങളാണ്. അതിന് അതിൻ്റെതായ ചില വീര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേ രീതിയിലുള്ള മറുപടി തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈശോയുടെ ജനനം വളരെ വ്യക്തമായി ബൈബിളിലുണ്ട്. അതേപോലെ തന്നെ ഈശോയുടെ പരസ്യ ജീവിതത്തിന് ശേഷമുള്ള പല കാര്യങ്ങളും, ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതും അടയാളങ്ങൾ പ്രവർത്തിച്ചതും അതേപോലെ തന്നെ പീഡാസഹനങ്ങളും മരണവും ഉയർപ്പും എല്ലാം വളരെ വ്യക്തമായുണ്ട്. എന്നാൽ ഒരു 12 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെയുള്ള സമയങ്ങളുള്ള ഈശോയുടെ കാര്യങ്ങൾ, അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പലർക്കും ഉത്തരമില്ല. പലരും പറയാം അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല, ബൈബിളിൽ അതിനെപ്പറ്റിയൊന്നും കാണുന്നില്ല. ഇങ്ങനെ പല രീതിയിലുള്ള മറുപടികളുണ്ട്. ഇത്തരത്തിലുള്ളൊരു ചോദ്യം താങ്കളോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് മറുപടിയായിരിക്കും താങ്കൾക്ക് പറയാനുള്ളത്? അധികം ആരാലും അറിയപ്പെടാതെ യേശുക്രിസ്തു നസ്രത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ ഗലീലയിൽ താമസിച്ചിരുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചില ബൈബിൾ റെഫറൻസ് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 51-ാമത്തെ വാക്യത്തിൽ ഞാനത് വായിക്കാം. അവിടെ ഇങ്ങനെയാണുള്ളത്: പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ നസ്രത്തിലേക്ക് വന്ന് മാതാപിതാക്കൾക്ക് വിധേയനായി അവർക്ക് കീഴടങ്ങി താൻ ജീവിച്ചു എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു റെഫറൻസ് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അവിടെ എങ്ങനെയാണ് നാം വായിക്കുന്നത്: യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്നു. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ് താൻ വളർന്ന സ്ഥലം ഏതാണ്. നസ്രത്തിലാണ് താൻ വളർന്നു വന്നത്. അത് കഴിഞ്ഞ് പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ സിനഗോഗിലേക്ക് ചെന്നു. അപ്പോൾ പതിവായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇടയ്ക്ക് 30 വയസ്സായി കഴിഞ്ഞപ്പോൾ അങ്ങ് ഓടിച്ചെന്ന് സിനഗോഗിൽ കയറുന്നതല്ല, പതിവായി ചെല്ലുന്നതാണ്. പിന്നെ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? വായിക്കുവാൻ വേണ്ടി, പുസ്തക ചുരുള് വായിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. നമുക്കറിയാം, അവിടെ യെശയ്യാ പ്രവാചകന്റെ ചുരുളാണ് വായിക്കുന്നത്. അപ്പം ഇത് ഈ ചുരുള് വായിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ സിനഗോഗിന്റെ പ്രമാണി ഉണ്ടല്ലോ, ആ പ്രമാണി അവിടെ വന്ന എല്ലാവർക്കും ഇത് വായിക്കാനായിട്ട് കൊടുക്കുകയില്ല. പ്രമാണിക്ക് പരിചയമുള്ള ആളായിരിക്കണം, വ്യക്തമായിട്ട് അറിയുന്ന ആളായിരിക്കണം, ജീവിത സാക്ഷ്യമുള്ള ആളായിരിക്കണം, കൃത്യമായിട്ട് ആ തോറയൊക്കെ അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്ന, കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന അങ്ങനെ ഒരാൾക്ക് മാത്രമേ അത് വായിക്കാൻ കൊടുക്കുകയുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ അത്തരത്തിൽ ഈ തോറ വായിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ആ സമയത്ത് ഈശോയ്ക്ക് അത് വായിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നു? കാരണം സാധാരണ എല്ലാവരും പറയപ്പെടുന്നത് വെറും ഒരു മരപ്പണിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്ന ഒരു ഇതല്ലേ ഈശോയുടെ കാര്യം പറയുമ്പോൾ. അവനൊരു തച്ചന്റെ മകനാണെന്ന് പറഞ്ഞ് തള്ളി മാറ്റുന്ന ഒരു ഇത് നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ തോറ വായിക്കുന്നൊക്കെ പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. ജീവിത സാക്ഷ്യമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ ഇടയിൽ നമുക്കറിയാവുന്നതുപോലെ യഹൂദന്മാർ അവരുടെ കുഞ്ഞുങ്ങളെ തോറ വായിക്കാൻ പഠിപ്പിക്കും. അത് അക്ഷരാഭ്യാസം എല്ലാ യഹൂദ ആൺകുട്ടികൾക്കുണ്ടാകും. 12 വയസ്സാകുമ്പോഴേക്കും ഇത് പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കും. പിന്നെ അതിൽ നിന്ന് ആ സാക്ഷ്യത്തോടു കൂടെ വേറെ തോന്നിയാസങ്ങളൊന്നും ചെയ്യാതെ മാന്യമായി ജീവിക്കുന്ന ആള്,
അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് വായിക്കുവാനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. തിരുനാൾ പകുതിയായപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്നു പഠിപ്പിച്ചു തുടങ്ങി. ഓക്കെ ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവന് ഇത്ര അറിവ് എവിടെ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് യഹൂദന്മാർ വിസ്മയിച്ചു. ഓക്കെ അപ്പൊ യേശുക്രിസ്തു അവരുടെ ഇടയിൽ തന്നെ വളർന്നു വന്ന ആളാണ്. ഇവന് വേറെ വിദ്യാഭ്യാസം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഇവർക്കറിയാം. ഇവൻ ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇവൻ ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി? കാരണം ദൈവാലയത്തിൽ ചെന്ന് അവൻ പഠിപ്പിക്കുകയാണ്. ഓക്കെ ഈ ദേവാലയത്തിൽ ചെന്ന് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കുമല്ലോ ഈ 12 വയസ്സ് വരെ തോറ മീൻസ് പഠിപ്പിക്കുന്നു പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ അറിവായിരിക്കില്ലേ ഈ ദേവാലയത്തിൽ ചെന്നും പഠിപ്പിക്കുന്നത്? അതിനിപ്പോ പ്രത്യേകിച്ച് പുറത്തു പോയി പഠിച്ചിട്ട് അല്ല, വരേണ്ട അങ്ങനെയല്ല. അതായത് ഇപ്പൊ നമ്മള് ബൈബിള് വായിക്കുക എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് എന്തോ അതങ്ങ് വായിച്ചാൽ മതി. അത് വലിയ ഇതുള്ളതല്ല. അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ ആർക്കും വായിക്കാം. ഓക്കെ എന്നാൽ പ്രസംഗിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. ആ എഴുതിയിരിക്കുന്ന പോർഷനെ പിന്നെ വ്യാഖ്യാനിക്കുകയാണ്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് കൂടുതൽ വിശദീകരിച്ച് കാര്യങ്ങൾ പറയുക. അത് കേവലം അക്ഷരാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം പറ്റുകയില്ല. അതിന് കുറെ കൂടെ ജ്ഞാനം വേണം. ആ ജ്ഞാനം ഇവനുള്ളത് ഉണ്ട് എന്ന് കണ്ടിട്ടാണ് ഇവർ അത്ഭുതപ്പെടുന്നത്. കാരണം ഒരു സാധാരണക്കാരന് ഇപ്പൊ പുറമേന്നെങ്ങാനും പോയി വന്നതാണെങ്കിൽ അത്ര അത്ഭുതം തോന്നേണ്ട കാര്യമില്ല. എവിടെ നോക്കിയാൽ പോയി എന്തൊക്കെയോ പഠിച്ചിട്ട് വന്നു, ആ പഠിച്ച കാര്യം ഇവൻ ഇവിടെ പറയുന്നു എന്ന് പറയാം. പക്ഷെ ഇതങ്ങനെയല്ല. അവരുടെ ഇടയിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യൻ കുറച്ച് നാൾ മുമ്പ് വരെ വെറുതെ വായിച്ചുകൊണ്ട് മാത്രം ഇരുന്ന ആള് പെട്ടെന്ന് അത് മാറിയിട്ട് എഴുന്നേറ്റ് നിന്ന് ദൈവാലയത്തിനകത്ത് നിന്ന്, സിനഗോഗിലല്ല, യെരുശലേം ദൈവാലയത്തിനകത്ത് നിന്നുകൊണ്ട് ആളുകളെ ഉപദേശിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അത് കണ്ടപ്പോഴാണ് അവർ അത്ഭുതപ്പെടുന്നത്. ഇനി വേറൊരു കാര്യം കൂടി. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു. അവന്റെ വാക്ക് കേട്ട പലരും ആശ്ചര്യപ്പെട്ട് പറഞ്ഞു, ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത്. ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, സിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മോടുകൂടെ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. അപ്പൊ അവിടെ യേശുക്രിസ്തുവിന്റെ തൊഴിൽ എന്താണെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. ഇവൻ നമ്മുടെ ഇടയിൽ താമസിക്കുന്ന മരപ്പണിക്കാരനല്ലേ? ഇവന്റെ കുടുംബം ഇന്നതല്ലേ? അപ്പൊ കൃത്യമായിട്ട് അറിയാം ഇന്ന കുടുംബത്തിലെ വ്യക്തിയാണ്, അവന്റെ തൊഴിൽ ഇന്നതാണ്. ബൈബിൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അവിടെ അവൻ വളർന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് നസറേത്താണെന്ന് പറയുന്നുണ്ട്. അവന്റെ തൊഴിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ മരപ്പണിക്കാരനാണ്. അവൻ പതിവ് പോലെ സിനഗോഗിൽ പോയിരുന്നവനാണെന്ന് പറയുന്നു. അവൻ പതിവ് പോലെ അവിടെ വായിക്കുകയും ചെയ്തിരുന്നതായിട്ട് പറയുന്നു. അപ്പൊ ഇത്രയും കൃത്യമായിട്ട് ബൈബിള് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഇത് രേഖപ്പെടുത്തിയില്ല എന്നുള്ള കാര്യം, ഇതിനെ വിശദീകരിച്ച് പറഞ്ഞില്ല എന്നുള്ളത് നമ്മൾ അറിയണമെങ്കിൽ ഈ സുവിശേഷ രചയിതാക്കള് അന്നത്തെ കാലത്തെ ഒരാളുടെ ബയോഗ്രഫി എങ്ങനെയാണ്, സുവിശേഷ രചയിതാക്കൾ എന്നല്ല, അന്ന് അതായത് റോമാക്കാരും ഗ്രീക്കുകാരും രേഖപ്പെടുത്തുന്ന ഒരു ശൈലിയുണ്ട്. യഹൂദന്മാരുടെ ശൈലി ഇത് വേറെയാണ്. അപ്പൊ യഹൂദന്മാരുടെ ശൈലിയിലാണെങ്കിൽ ഇത് പദ്യരൂപത്തിലായിരിക്കും, ചില കാവ്യങ്ങളുടെ രൂപത്തിലായിരിക്കും ഇത് വരിക. എന്നാൽ അവരുടെ ബയോഗ്രഫി എഴുതുന്നു. എന്നാൽ ഗ്രീക്ക് റോമൻ സാഹിത്യത്തിൽ അത് അങ്ങനെയല്ല, അത് ഗദ്യരൂപത്തിലായിരിക്കും. അപ്പൊ ആ ശൈലിയാണ് സുവിശേഷകന്മാർ സ്വീകരിച്ചിരിക്കുന്നത്. സുവിശേഷം ഒന്നും പദ്യരൂപത്തിലുള്ളതല്ല, അത് ഗദ്യരൂപത്തിലാണ്. ഗദ്യരൂപത്തിൽ ഇവർ ചെയ്യുമ്പോൾ അന്നത്തെ കാലത്തെ ശൈലി അനുസരിച്ച്, അതിപ്പോൾ നമ്മൾ അന്നത്തെ ചക്രവർത്തിമാരുടെയൊക്കെ ജീവചരിത്രം നോക്കിയാൽ അറിയാം. ഈ ചക്രവർത്തി ഏത് കുടുംബത്തിൽ ജനിച്ചു, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരാണ്, അദ്ദേഹത്തിന്റെ വംശാവലി പറയും. ഇന്ന രാജാവിന്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വംശാവലി പറയും, എന്നിട്ട് ജനിച്ച കാര്യം പറയും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുന്നത് ഇദ്ദേഹം രാജഭരണം ഏറ്റെടുത്ത കാര്യത്തിലേക്കായിരിക്കും. അതായത് ഇന്നത്തെ കാലത്ത് ജീവചരിത്രം എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെ മഹാത്മാഗാന്ധിയായി, അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് എങ്ങനെ ഈ മനുഷ്യൻ ആ ലെവലിലേക്ക് ഫോം ചെയ്തു വന്നു, ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ മഹാത്മാവ് എന്നുള്ള ആ പദവിയിലേക്ക് ഫോം ചെയ്തു വന്നു, ഇത് പറയും. എന്നാൽ അവരങ്ങനെയല്ല. ഈ ഒരു വ്യക്തി എങ്ങനെ ആ സ്ഥാനത്തേക്ക് എത്തി എന്നുള്ളതല്ല, അവിടെ എത്തിയതിന് ശേഷം അയാൾ എന്ത് ചെയ്തു, അയാളിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, അയാൾ നമ്മളോട് എന്ത് പറഞ്ഞു അല്ലെങ്കിൽ എന്ത് കാണിച്ചു തന്നു, അയാളുടെ മാതൃക എന്ത്, ഇതാണ് അവർ നോക്കുന്നത്. ഈ വ്യക്തി എങ്ങനെ അവിടെയും വരെ എത്തി എന്നുള്ളതല്ല, അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അയാളുടെ പ്രവൃത്തി എന്താണെന്നുള്ളതാണ്. അപ്പൊ ഈ ശൈലി അങ്ങനെ തന്നെ പിന്തുടരുകയാണ് സുവിശേഷകന്മാരും. അവർ യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു, വംശാവലിയെ കുറിച്ച് പറയുന്നു, ആ കാലത്തുള്ള ചില സംഭവങ്ങളെ കുറിച്ച് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണ്, പരസ്യ ജീവിതത്തിൽ അവിടെ നിന്ന് മുതൽ യേശുക്രിസ്തു എന്താണ് ഉപദേശിച്ചു തുടങ്ങിയത്, എന്താണ് പ്രവർത്തിച്ചത്, എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനാണ് അവർ ഊന്നൽ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, ഇപ്പോ ആ ചെറുപ്പകാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് മാതാപിതാക്കൾ വിധേയപ്പെട്ട് ജീവിച്ചെന്ന് പറഞ്ഞാൽ ആ പരിസ്ഥിതി, അതായത് യേശു വീണ്ടും ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയ കാലം തൊട്ടാണ് പിന്നീട് ബൈബിളിലേക്ക് അവരുടെ ശൈലി, അന്നത്തെ കാലത്തെ ആ ബയോഗ്രഫിയുടെ ശൈലി എന്ന് പറയുന്നത് ആ വിധത്തിലായിരുന്നു.
അത് കുട്ടിക്കാലം കഴിഞ്ഞ് പിന്നെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ചിലപ്പോൾ രാജാവാണെങ്കിൽ രാജാവ്, അതല്ല തത്വചിന്തകനാണെങ്കിൽ അങ്ങനെ, അല്ല സൈന്യാധിപനാണെങ്കിൽ അങ്ങനെ. എന്താണോ ആ കാലഘട്ടം മുതൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അത് അറിയിക്കുക, നമ്മൾ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഈ വ്യക്തി എങ്ങനെ പതുക്കെ പതുക്കെ രൂപാന്തരപ്പെട്ട് ഈ ഉന്നതമായ പൊസിഷനിലേക്ക് എത്തി എന്നുള്ളത് അവർ അതിനൊട്ടും അവർ പ്രാധാന്യം അന്ന് കൽപ്പിച്ചിരുന്നില്ല. ഓക്കെ. അപ്പോൾ അതായിരുന്നില്ല വിഷയം. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ മറ്റ് പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് സമൂഹ മാധ്യമത്തിൽ. അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു മറുപടി കൊണ്ട് തന്നെ അതിനുമൊക്കെ മറുപടി ആയിരിക്കുകയാണ്. കാരണം ചിലർ പറയുന്നത് വെച്ചാൽ ഇന്ത്യയിലാണ് യേശു ജീവിച്ചിരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാശ്മീരിൽ അവിടുത്തെ കബറിടമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ പല ആശയങ്ങൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയും ഇതിൽ തന്നെ വന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതായത് ഇങ്ങനെയുള്ള ഈ ചോദ്യങ്ങൾ പലതും തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്നതാണ്. ചിലത് മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തന്നെ ഇങ്ങനെയുള്ള ഓരോ പ്രചരണങ്ങൾ നടത്തുന്നതുമാണ്. യെസ്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ളതിനെല്ലാം കൃത്യമായിട്ട് നമുക്കത് ബൈബിളിന്റെ ഹിസ്റ്ററി കൂടെ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ എന്താണെന്നൊക്കെ ഒന്ന് പറയാൻ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് പല വിധത്തിലാണ്. ചില ആളുകളുടെ അവരുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ഭവിഷ്യപുരാണം എന്ന് പറയുന്ന ഒന്നുണ്ട്. ഈ ഭവിഷ്യപുരാണത്തിനകത്ത് യേശുക്രിസ്തു ഇന്ത്യയിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ആ പ്രവചനം, ഇന്ത്യയിലേക്ക് വരുന്നതായിട്ടൊക്കെ പ്രവചിക്കുന്നുണ്ട്. അതായത് ഇത് BC-യിൽ എഴുതിയതാണെന്നും അപ്പം ഇങ്ങനെ ഒരാൾ വരുമെന്നുള്ള കാര്യമൊക്കെ പ്രവചിക്കുന്നതായിട്ടാണ്. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നേ മതിയാകുള്ളൂ. കാരണം വന്നില്ലെങ്കിൽ ഭവിഷ്യപുരാണം തെറ്റാണെന്ന് വരും. ഓക്കെ. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ ഇദ്ദേഹത്തിന് ഇന്ത്യയിൽ കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. പക്ഷേ ഇതിൽ വിഷയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭവിഷ്യപുരാണം എഴുതപ്പെടുന്നത് AD 18-ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ. 18-ാം നൂറ്റാണ്ടിന് മുമ്പുള്ള യാതൊരു സ്ക്രിപ്റ്റും നമുക്ക് ലഭ്യമല്ല. ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വന്ന് ഈ ബ്രിട്ടീഷുകാരൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം എഴുതിയിരിക്കുന്ന സാധനമാണ്. പക്ഷെ എഴുതുമ്പോൾ അവർ പ്രവചന രൂപേണ പറയാണ് പണ്ട് എഴുതിയതെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഭാവി കണ്ടുകൊണ്ട് എഴുതുന്ന വിധത്തിലാണ് എഴുതിയിരിക്കുന്നത് മാത്രം. പക്ഷേ യഥാർത്ഥത്തിൽ അത് 18-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് തള്ളാവുന്ന കേസേ ഉള്ളൂ. അതിന് ആധികാരികത ഇല്ല എന്ന് പറഞ്ഞ് തള്ളാവുന്ന കാര്യമേ ഉള്ളൂ അത്. പക്ഷേ നിർഭാഗ്യവശാൽ പലരും അത് തള്ളുകയല്ല, അതിനെ പ്രമാണമായിട്ട് തന്നെ സ്വീകരിച്ചുകൊണ്ട് യേശു ഇന്ത്യയിൽ വന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ അതിന് പോയിട്ട് ഉത്തരം പറയേണ്ട കാര്യമില്ല, യേശു വന്നില്ല എന്നുള്ളതൊന്നല്ല. നമ്മൾ ചോദിക്കേണ്ടത് ഇങ്ങനെ വന്നെന്നുള്ളതിൻ്റെ ഒരു രേഖ നിങ്ങൾ കൊണ്ടുപോവാ, എന്തെങ്കിലും ഒരു തെളിവ്. കാരണം ചില വാദങ്ങൾ ചിലതെന്നല്ല, ഏതൊരു വാദം ആര് ഉന്നയിച്ചാലും ആ വാദം സത്യമാണെന്ന് സമർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം അത് ആ വാദം ഉന്നയിക്കുന്ന ആൾക്കാണ്, അല്ലാതെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കല്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ അതിനുള്ള തെളിവുകൾ കൊണ്ടുവരാനായിട്ട് ഇനി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വേറെ ഒരു എതിർവശത്തുള്ള ആൾക്കാർക്കും ചോദിക്കാമല്ലോ, നിങ്ങൾ ഈ ബൈബിളിൽ പറയുന്നത് മാത്രമല്ലേ യേശുവിനെ കുറിച്ചുള്ള ചരിത്രം, അല്ലെങ്കിൽ ഈ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നത് അതിപ്പോൾ അതിനു വേണ്ടി തന്നെ, അതായത് ഒരു ക്രിസ്ത്യാനിറ്റി വളർത്തിയെടുക്കാൻ വേണ്ടി തന്നെ ഒന്ന് എഴുതി ഉണ്ടാക്കിയതല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ബൈബിളിലല്ലാതെ മറ്റ് ചരിത്ര പുസ്തകത്തിലോ എന്തെങ്കിലും തെളിവുകളോ കൃത്യമായ രേഖകളോ എന്തെങ്കിലും ക്രിസ്തു ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ക്രിസ്തു ഇതേപോലെ ഇന്നൊരാളുണ്ടായിരുന്നു എന്നതിനൊക്കെ ഉള്ളതിൻ്റെ മറ്റു രേഖകൾ എന്തെങ്കിലും ബൈബിൾ അല്ലാതെ എന്തെങ്കിലും രേഖകൾ താങ്കൾക്ക് ഒന്ന് പരാമർശിക്കാൻ സാധിക്കുമോ? ഇത് ഏറ്റവും ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ വരാം. അതായത് ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തെന്ന് പറയുമ്പോൾ ഓക്കെ. വിൽഡൂറൻ്റ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഒരിക്കൽ പറഞ്ഞു, ചരിത്രത്തിൽ ഒരൊറ്റ തലമുറയിലെ ഏതാനും നിസ്സാരരായ മനുഷ്യർ, അതായത് മുക്കുവന്മാരൊക്കെ ആയ സാധാരണ താഴേക്കിടയിലുള്ള, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള നിസ്സാരരായ മനുഷ്യർ ലോകത്തെ മുഴുവൻ സ്വാധീനിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇത്ര ശക്തനായ, ഇത്ര ആകർഷകമായ ഒരു വ്യക്തിയെ ഉണ്ടാക്കിയെടുത്തു. അതുപോലെ തന്നെ ഇത്ര സമുന്നതമായ ഒരു ധാർമ്മിക നിയമ സംഹിതയെ അവരുണ്ടാക്കിയെടുത്തു. സുവിശേഷങ്ങളിലെ ഗിരിപ്രഭാഷണം മാത്രം നോക്കിയാൽ മതി, അതിന് തുല്യമായ ഒരു ധാർമ്മിക നിയമം വേറെ ഒന്നും നമുക്ക് പുറത്ത് കാണാൻ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ ഒരു നിയമസംഹിത അവരുണ്ടാക്കിയെടുത്തു. മാത്രമല്ല മനുഷ്യ സാഹോദര്യത്തിൻ്റെ ഇത്ര ഉത്തുംഗമായിട്ടുള്ള ആ ഒരു ദർശനത്തെയും രൂപാന്തരപ്പെടുത്തിയെടുത്തു. ആര്? സമൂഹത്തിലെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ. അങ്ങനെ അവരത് കൃത്രിമമായിട്ട് അവരുടെ ഭാവനയിൽ നിന്ന് അവരുണ്ടാക്കിയെടുത്തു എന്ന് പറയുന്നത് സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു അത്ഭുതത്തെക്കാളും അവിശ്വസനീയമായൊരു അത്ഭുതമാണ്. കാരണം അത് സാധിക്കാത്തൊരു കാര്യമാണത്. അപ്പോൾ ഉള്ളതിനെ മാത്രമേ അങ്ങനെ അവർക്കതിനെ രേഖപ്പെടുത്തി വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സാധാരണക്കാരായ ആൾക്കാർക്ക് ഇത്ര ഉന്നതമായ വിധത്തിലുള്ള ഒന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്തതാണെങ്കിൽ തന്നെ ലോകം മുഴുവൻ അത് ഒരിക്കലും ഇത്രമാത്രം സ്വാധീനം ചെലുത്താനും കഴിയില്ല. യേശുക്രിസ്തു എന്ന് പറയുന്ന ഒറ്റൊരു വ്യക്തി ഇത്രമാത്രം സ്വാധീനം ചെലുത്തി അനേകരുടെ ജീവിതത്തിൽ. വേറെ ഒന്നുമില്ലല്ലോ, ഭാവനയിൽ ഉണ്ടായിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്, കഥാപാത്രങ്ങൾ. അവ ആരെങ്കിലും ഇതുപോലെ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ? അപ്പോൾ അത് ആ വാദത്തിൽ കഴമ്പില്ല. ഇനി ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, വേറെ ബൈബിളിന് പുറത്തുനിന്ന് പറയുമ്പോൾ
നമ്മൾ മനസ്സിലാക്കണം, ബൈബിള് തന്നെ ആധികാരിക ചരിത്രരേഖയായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. ഈ 4 സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയൊക്കെ ഓക്കെ. ചരിത്രരേഖയായിട്ട് തന്നെ അംഗീകരിക്കാൻ പറ്റും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ വേറെ ഇപ്പൊ ഇതിന്റെ ചരിത്രരേഖ നമ്മൾ ഇത് ചരിത്രരേഖ അല്ല എന്ന് പറഞ്ഞാൽ തള്ളുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു ചരിത്രരേഖ അംഗീകരിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ജീവിച്ചിരുന്നതായിട്ട് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. യെസ്. എന്നാൽ ഈ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ചുള്ള ജീവചരിത്രം എപ്പോഴാണ് എഴുതപ്പെടുന്നതെന്ന് അറിയാമോ? അലക്സാണ്ടർ മരിച്ചു കഴിഞ്ഞ് 400 വർഷങ്ങൾക്ക് ശേഷം, അതായത് 4 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ആര്യൻ എന്ന് പറയുന്ന ആൾ ഇദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതുന്നത്. 400 വർഷത്തിനുള്ളിൽ എന്തൊക്കെ കൃത്രിമം അതിനകത്ത് നടന്നിരിക്കാം, കാരണം കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് പുള്ളി ഒരിക്കലും ദൃക്സാക്ഷിയല്ലല്ലോ. ഓക്കെ. കേട്ടറിവ് 400 കൊല്ലം കഴിഞ്ഞ് കേട്ടറിവിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഈ 400 കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെ കഥകൾ ഇദ്ദേഹത്തെ കുറിച്ച് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓരോരുത്തർ അവരവരുടെ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ലേ അലക്സാണ്ടർ. അതങ്ങനെ Okay. വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ അടുത്ത ഏതൊരു റോമൻ ചക്രവർത്തിമാരെ, ഗ്രീക്ക് ചക്രവർത്തിയാണ് അലക്സാണ്ടർ, റോമൻ ചക്രവർത്തിമാരെ നോക്കിയാലും ഇതേപോലെയൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ബുദ്ധനെ നോക്ക്, ബുദ്ധൻ മരിച്ചു കഴിഞ്ഞ് 600 വർഷം കഴിഞ്ഞിട്ടാണ് ബുദ്ധന്റെ ജീവചരിത്രം വരുന്നത്. അതല്ലെങ്കിൽ 600 വർഷങ്ങൾക്ക് ശേഷം. അതും എഴുതിയത് ബുദ്ധന്റെ ശിഷ്യന്മാരായിരിക്കുന്നവർ, മതഗ്രന്ഥമായിട്ട് തന്നെ അവരുടെ മതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി മതഗ്രന്ഥമായി എഴുതിയതാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ബുദ്ധൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ മുഹമ്മദിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആദ്യത്തെ 100 വർഷത്തിനുള്ളിൽ യാതൊന്നുമില്ല, ഒരൊറ്റ രേഖയുമില്ല. പിന്നെ വരുന്നത് സീറ റസൂലല്ലാഹ് എന്ന് പറയുന്നതും, എന്നാൽ അത് പൊതുവെ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. അവർ അംഗീകരിക്കുന്നത് ഹദീസുകളാണ്. ഹദീസിലെ ഒന്നാമത് ഏറ്റവും പ്രമാണമായിട്ട് ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ബുഖാരി, ഇവർ അംഗീകരിക്കുന്നത് ബുഖാരിയാണ്. അതിനു മുമ്പ് മാലിക് മൂവാത്ത എന്ന് പറയുന്ന ഒന്നുണ്ട്, എന്നാൽ ബുഖാരിയാണ് ഇവർ അംഗീകരിക്കുന്നത്. ഈ ബുഖാരി വരുന്നത് മുഹമ്മദ് മരിച്ച് 240 വർഷത്തിന് ശേഷമാണ്. ഓക്കെ. ഇനി വേറെ സോക്രട്ടീസിന്റെ കാര്യം പ്ലേറ്റോ എഴുതിയെന്ന് വരികിലും ആ എഴുതിയ രേഖകളൊന്നും നമ്മുടെ കൈവശമില്ല. ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ സോക്രട്ടീസിന്റെ കാലശേഷം 12 നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ളതാണ്, 1200 കൊല്ലത്തിന് ശേഷമുള്ള രേഖകളാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാൽ ഒരൊറ്റ ഇത് സമകാലീനമായ എഴുത്തുകളില്ല, എല്ലാം നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെടുന്നത്. ഓക്കെ. എന്നാൽ യേശുക്രിസ്തുവിന്റെ കാര്യം വരുമ്പോൾ ഒന്ന് വിശദീകരിക്കാം. യേശുക്രിസ്തുവിന്റെ കാര്യം വരുമ്പോൾ യേശുക്രിസ്തുവിനോട് കൂടെ നടന്ന ആളുകളാണ്, ദൃക്സാക്ഷികളായ ആളുകൾ, കൂടെ നടന്നവര്. അത് യേശുക്രിസ്തുവിന്റെ എതിരാളികളായ ആളുകൾ ജീവനോടെ ഇരിക്കുമ്പോൾ, അതായത് യേശുക്രിസ്തുവിനെ വിസ്തരിച്ച ന്യായാധിപന്മാര്, യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ച പടയാളികൾ, അങ്ങനെയുള്ള അവരെല്ലാം ജീവനോടെ ഇരിക്കുന്ന സമയത്ത്, എതിർത്തുകൊണ്ടിരുന്ന യഹൂദന്മാരൊക്കെ ജീവനോടെ ഇരിക്കുന്ന സമയത്താണ് ഇവരിത് എഴുതുന്നത്. ഓക്കെ. അപ്പൊ അത് ആധികാരികമാണ്. കാരണം എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഇവർ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ശത്രുക്കൾ എന്ത് ചെയ്യും? അവർ പറയും ഇല്ലാത്ത കാര്യമാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിനെ എതിർക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു എതിർപ്പും നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ല. ഒരു എതിർപ്പും യഹൂദന്മാരുടെ പക്ഷത്തുനിന്നോ റോമാക്കാരുടെ പക്ഷത്തുനിന്നോ ഉണ്ടായിട്ടില്ല, ഗ്രീക്കുകാരുടെ പക്ഷത്തുനിന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ കൃത്യമായിട്ട് ഉള്ള കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളായ ആളുകൾ അവര് തങ്ങൾ ദൃക്സാക്ഷികളായ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇനി അതിന്റെ പുറത്തേക്കുള്ളത് നോക്കിയാൽ, അതാണല്ലോ ചോദിച്ചത്, പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാസിറ്റസ്, 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടാസിറ്റസ് എന്ന് പറയുന്ന ഗവർണറുണ്ട്, റോമൻ ഗവർണർ. അദ്ദേഹം ട്രാജൻ ചക്രവർത്തിക്ക് എഴുതുന്നുണ്ട് ഈ ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്ത്യാനികളെ കുറിച്ചൊക്കെ ഉള്ള. ഈ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റോമിലെ നിയമം അനുസരിച്ച് ചക്രവർത്തിയിലാണ് ഇവർ കർത്താവായിട്ട് അംഗീകരിക്കേണ്ടത്. സീസർ ഈസ് ലോഡ് എന്ന് പറയേണ്ടതാ, സീസറാണ് ലോഡായിട്ട് അംഗീകരിക്കേണ്ടത്. പക്ഷേ ഇവർ സമ്മതിക്കുകയില്ല. ക്രിസ്ത്യാനികൾ പറയും ഇല്ല, യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ കർത്താവ്, മറ്റൊരു കർത്താവില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവർക്കെതിരെ മതപീഡനമാണ്. അപ്പോൾ ഈ മതപീഡനത്തിലൂടെ ഇല്ലാതാക്കി കളയാന്ന് വെച്ചാൽ ഇവരെ കൊന്നു കളഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയും ആ രക്തസാക്ഷികളുടെ ആ രക്തത്തിൽ നിന്ന് ഉയർത്തുയർത്ത് ഇങ്ങനെ പിന്നെ ജനങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ചിലയിടത്തൊക്കെ ഈ കഴുത്ത് വെട്ടാനിരിക്കുന്ന ആരാച്ചാർമാരുണ്ടല്ലോ, ആ ആരാച്ചാർമാർ തന്നെ ഇവർ കൊല്ലപ്പെടുന്ന സമയത്ത് അവരുടെ മുഖത്തുള്ള ആ പ്രത്യാശയും അവരുടെ വിശ്വാസത്തിന്റെ സ്ഥൈര്യവും അവരുടെ മുഖത്തിന്റെ ശോഭയും കണ്ടിട്ട് അവർ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് ഈ ആരാച്ചാര്. അപ്പൊ ഇത് ഇവരെ കൊല്ലുന്നത് കാണാൻ വേണ്ടി ആളുകൾ ധാരാളം പേര് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ മുമ്പാകെ വെച്ചിട്ടാണ് ഇവരെ കൊന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ക്രിസ്ത്യാനിയായി എന്നും പറഞ്ഞ് ഇവന്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത്, ആ കൊന്നവൻ തന്നെ. അപ്പൊ അന്നേരം അവരുടെ മുമ്പിൽ വെച്ച് ഇവനെ വെറുതെ വിടാൻ പറ്റില്ല. അവിടെ വെച്ചിട്ട് തന്നെ ആരാച്ചാരുടെയും കഴുത്ത് വെട്ടാണ്. അപ്പൊ ഈ വിധത്തിൽ കൊല്ലപ്പെടുന്നതനുസരിച്ച് ആളുകൾ ഇങ്ങനെ ഇതിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അത് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ട്രോജൻ ചക്രവർത്തിക്ക് കത്ത് എഴുതാണ്, ഇവരെന്ത് ചെയ്യണം, ഇവരെ നശിപ്പിക്കാനേ പറ്റുന്നില്ല, ഇതിങ്ങനെ കൂടി വരുന്നു. ഇവര് വേറെ നിയമലംഘനങ്ങളൊന്നും ഇവർ നടത്തുന്നില്ല. ഇവരാകെ ചെയ്യുന്നത് ആഴ്ചയുടെ 1-ാമത്തെ ദിവസം ഒരുമിച്ച് കൂടി ക്രിസ്തു എന്ന് പറയുന്ന ഇവരുടെ ദേവൻ, അത് പിലാത്തോസിന്റെ കയ്യാൽ ക്രൂശിക്കപ്പെട്ട ആളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് സ്തുതി സ്തോത്രങ്ങൾ ഇവർ ആലപിക്കുന്നു, എന്നിട്ട് പ്രതിജ്ഞ എടുക്കുന്നു, മദ്യപിക്കുകയില്ല, മോഷ്ടിക്കുകയില്ല, പിടിച്ചുപറിക്കുകയില്ല, ഇങ്ങനെ കുറെ ധാർമ്മിക നിയമങ്ങളുടെ പ്രതിജ്ഞയൊക്കെ എടുത്ത് ആരാധിച്ച് അവർ പിരിഞ്ഞു പോകും. പിന്നെ അടുത്ത ഞായറാഴ്ച വീണ്ടും ഇങ്ങനെ കൂടുന്നു. അപ്പോൾ ഇവരെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതാണ് നിയമം, രാജ്യദ്രോഹമാണ്. കാരണം എന്ന് വെച്ചാൽ സീസറിനെ കർത്താവായിട്ട് അംഗീകരിക്കുന്നില്ല.
ഓക്കെ. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അവർക്ക് എഴുതുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ പ്ലിനിയും ഇതേപോലെ തന്നെ എഴുതുന്നുണ്ട്. അതുപോലെ അതിനേക്കാൾ മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോസീഫസിൻ്റെ എഴുത്തുണ്ട്. ജോസീഫസ് യഹൂദ പഴമ എന്ന് പറയുന്ന യഹൂദന്മാരുടെ ചരിത്രം പറഞ്ഞു വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകൾ നമുക്ക് അല്ല, ഇവരുടെ എഴുത്തുകളിൽ എന്താണ് പരാമർശിക്കുന്നത്? അതായത് യേശു എന്നുള്ള ഒരാളെങ്കിൽ, അതായത് ഞാൻ പറയട്ടെ, ഇപ്പൊ പറഞ്ഞല്ലോ, അപ്പോൾ യേശു മരിച്ചെന്നുള്ളതിനൊക്കെ, അല്ലെങ്കിൽ കുരിശുമരണം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യേശുവിനെ ഒരാളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ എന്തെങ്കിലും തെളിവുകളൊക്കെ നമുക്ക് കാണാൻ? അതവർ പറയുന്നുണ്ട്. അതായത് പിലാത്തോസിന്റെ കയ്യാൽ വിചാരണ ചെയ്യപ്പെട്ട് ക്രൂശിക്കപ്പെട്ടവനാണ് ഇവരുടെ ദൈവമെന്നും അത് പരിഹാസ രൂപേണയാണ് അത് പറയുന്നത്. ഓക്കെ. അതായത് കുരിശി തറച്ച് കൊല്ലപ്പെടുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് റോമാക്കാരുടെ കണ്ണിൽ ഏറ്റവും നീചമായൊരു മരണമാണ്. അതിലും താഴെയുള്ള ഒരു മരണമില്ല ഈ കുരിശ്. ആ കുരിശുമരണം ഈ ഈശോ എന്ന് പറയുന്ന അതെ. അപ്പൊ അങ്ങനെ ആ കുരിശിൽ ഏറ്റവും നീചമായ മരണം മരിച്ച ആളെയാണ് ഇവര് ആരാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. എന്നാൽ ജോസീഫസിലേക്ക് വരുമ്പോൾ ജോസീഫസ് കുറച്ചുകൂടി ഇതായിട്ട് പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രമാണികൾ അവനെ റോമാക്കാരുടെ കയ്യാൽ തറപ്പിച്ച് കൊന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട്, പക്ഷെ അവനെ വീണ്ടും കണ്ടതായി അവൻ്റെ അനുയായികൾ അവകാശപ്പെടുന്നു, അവൻ അവർക്ക് ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷപ്പെട്ടതായിട്ട് അവകാശപ്പെടുന്നു എന്ന് ജോസീഫസ് പറയുന്നുണ്ട്. ഓക്കെ. അങ്ങനെയുള്ള അപ്പൊ ഈ വിധത്തിലുള്ള പുറമേയുള്ള ചരിത്രരേഖകൾ നമുക്ക് ലഭ്യമാണത്. എന്നാൽ മനസ്സിലാക്കേണ്ടത് സുവിശേഷങ്ങൾ പോലെ അത്ര കൂലങ്കഷമായിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് വിശദമായി പറയുന്നില്ല. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം എഴുതുക എന്നുള്ളതല്ല. അവരുടെ ലക്ഷ്യം വേറെയാണ്. അതിന്റെ ഒപ്പം ചെറുതായിട്ട് പരാമർശിക്കുന്നുള്ളൂ. പക്ഷെ ആ പരാമർശിക്കുന്ന കാര്യങ്ങൾ ബൈബിളുമായിട്ട് യോജിച്ചു. അതും കൂടിയാണ് ഞാൻ ചോദിക്കേണ്ടത്. കാരണം താങ്കൾ നിരീശ്വരവാദത്തിന്റെ പാതയിലൂടെ കുറെ കാലം പോയതാണ്. അപ്പൊ അതുകൊണ്ടും ആ ഒരു ലക്ഷ്യം, അതായത് എന്തുകൊണ്ടാണ് ഈശോ കുരിശ് മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈശോയുടെ കുരിശ് മരണത്തെ ചരിത്രത്തിൽ നിന്നും ഇല്ലാതാക്കാനായിട്ട് ഒരു നിരീശ്വരവാദികളുടെ ആണെങ്കിലും മറ്റു ചില ഗ്രൂപ്പുകളുടെ ആണെങ്കിലും ഒരു ഭയങ്കര കരുനീക്കം നടക്കുന്നുണ്ട്. എന്താണ് ഇവർക്ക് ഇത്രയും, അതായത് കുരിശ് മരണം ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കണം എന്ന് ഇത്ര ആഗ്രഹം ഉണ്ടാകാൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇത്രയും കിടന്ന് പരിശ്രമിക്കാനായിട്ടുള്ള എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു കാര്യം എന്താണ്? അത് കുറച്ച് വിശദമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ഇതിൻ്റെ പുറകിൽ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ ഒരു നിരീശ്വരവാദിനെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ യേശുക്രിസ്തു കുരിശിൽ മരിച്ചില്ല എന്ന് പറയുന്ന മുസ്ലിങ്ങളായിരിക്കാം. ഇങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ അവരൊന്നും അല്ല യഥാർത്ഥത്തിൽ. ഇത് പൈശാചികമായ ഒരു സംഗതിയാണ്, സാത്താൻ്റെ പദ്ധതിയാണിത്. കാരണം മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി ഒരേ ഒരു മാർഗമേ ഉള്ളൂ, ഒരേ ഒരു മാർഗം. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ കാൽവരി കുരിശിലെ മരണമാണ്. യേശുക്രിസ്തു നമ്മുടെയൊക്കെ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരം വരുത്തിക്കൊണ്ട്, നമ്മുടെയൊക്കെ പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവരി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന, യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപമോചനമുണ്ട്, നിത്യരക്ഷയുണ്ട്. അപ്പോൾ ഇത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന സത്യമാണ്. ഇത് നമ്മൾ പഴയ നിയമം നോക്കിക്കഴിഞ്ഞാൽ പഴയ നിയമത്തിലേ അത് കാണാം. അവിടെ നിഴലുകളായിട്ട് പലതും കൊടുത്തിട്ടുണ്ട് ഓരോരോ കാലഘട്ടങ്ങളിൽ. ഇപ്പോൾ നോഹയുടെ കാലത്ത് ഒരു പെട്ടകത്തിന് ഒരു വാതിൽ, ഒന്നിലധികം വാതിലുകളില്ല, ഒറ്റ വാതിലേ ഉള്ളൂ. ആ വാതിൽ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ്. പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ആടുകളുടെ വാതിൽ ഞാനാകുന്നു, ഒരു വാതിൽ. അത് കഴിഞ്ഞ് നമ്മൾ അബ്രഹാമിലേക്ക് വരുന്ന സമയത്ത് അബ്രഹാം അവിടെ മകനെ ഇസ്ഹാക്കിനെ യാഗം അർപ്പിക്കാൻ പോകുന്ന സമയത്ത് കൊമ്പ് കാട്ടിൽപ്പെട്ട് പിടിവെടുക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കാണുന്നു. ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ആട്ടിൻകുട്ടി. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ മോശയുടെ ഇതിൽ പെസഹ കുഞ്ഞാടുണ്ട്. പെസഹ കുഞ്ഞാട്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു ക്രിസ്തു തന്നെ, പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ പഴയ നിയമത്തിൽ ഇഷ്ടംപോലെ നിഴലുകളുണ്ട്. ഇതെല്ലാം ഈ യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണത്തെ, ബലിമരണത്തെ, യാഗത്തെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ആ നിഴലുകളുടെയൊക്കെ പൂർത്തീകരണമായിട്ട് യേശുക്രിസ്തു ചരിത്രത്തിലേക്ക് മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി മനുഷ്യൻ ഈ രക്ഷയിലേക്ക് പോകരുത്, ഇവനെ ഈ രക്ഷയിൽ നിന്ന് അകറ്റിക്കളയണം, അവനെ നാശത്തിലേക്ക് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്നത് പിശാചാണ്. അതുകൊണ്ട് പിശാച് പല ഐഡിയോളജികളെ ഉപയോഗിക്കുകയാണ്. ഈ കുരിശുമരണത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇപ്പോൾ യേശുക്രിസ്തു ദൈവമാണ്, യേശുക്രിസ്തു പാപമില്ലാത്തവനാണ്, ഇങ്ങനെയുള്ള വിശ്വാസം കൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നില്ല, അവൻ്റെ പാപം പരിഹരിക്കപ്പെടുന്നില്ല. ഇപ്പോൾ യേശു ദൈവമാണെന്നുള്ള വിശ്വാസം കൊണ്ട് പാപമോചനം കിട്ടുമെങ്കിൽ ആദ്യം പാപമോചനം കിട്ടേണ്ടത് പിശാചിനാണ്. കാരണം അവനും ഇത് വിശ്വസിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ഇറക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവം ഏകനാണ് എന്നുള്ള വിശ്വാസം കൊണ്ട് ഒരാൾക്ക് പാപമോചനം കിട്ടുമെങ്കിൽ പിശാചിനത് കിട്ടണം. പക്ഷെ അങ്ങനെയല്ല കിട്ടുന്നത് യേശുക്രിസ്തു എൻ്റെ പാപം ഏറ്റെടുത്ത് എനിക്ക് പകരമായി മരിച്ചു എന്നുള്ള വിശ്വാസത്താലാണ്. അപ്പം അതിനെ തകർക്കുക, ആ ലക്ഷ്യത്തിലാണ് ചിലത് നിരീശ്വരവാദികളെ അവൻ ഉപയോഗിക്കുന്നു, ചിലത് ഇസ്ലാം പോലെയുള്ള മതങ്ങളെ ഉപയോഗിക്കുന്നു, മറ്റ് പല ഐഡിയോളജികളെ ഉപയോഗിക്കുന്നു. അപ്പം ഇതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കാര്യം മാറ്റി നിർത്തിയിട്ട് ബാക്കി എന്തായിക്കോട്ടെ, യേശു പാപമില്ലാത്തവനാണ്, കന്യയിൽ നിന്ന് ജനിച്ചവനാണ്, പരിശുദ്ധനാണ്,
ദൈവത്തിൻ്റെ ദൂതനാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ്, എന്തൊക്കെ വിശ്വസിച്ചോ അതിലൊന്നും പിശാചിന് പ്രശ്നമില്ല. പക്ഷെ കുരിശുമരണം അതിൽ മനുഷ്യൻ വിശ്വസിക്കരുത്. ഇതാണ് അവൻ്റെ ഐഡിയോളജി. ഓക്കെ, ബാക്കി തന്ത്രമാണത്. അതായത് ബാക്കി ഇങ്ങനെ യേശു ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു അതൊക്കെ അവർ സമർത്ഥിക്കുന്നുണ്ട്. ഈ കുരിശുമരണം മാത്രമാണ് ഈ നിരീശ്വരവാദികളായാലും മറ്റുള്ളവരാണെങ്കിലും തള്ളിക്കളയാൻ അതെ പരിശ്രമിക്കുന്നത്. അതെ 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 അതായത് അതായത് ഈ കുരിശുമരണത്തിലൂടെയാണ് രക്ഷ ഉണ്ടായത് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ചിന്ത മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല. അതെ, ആദ്യകാലത്ത് നിരീശ്വരവാദികൾ ഇടയിൽ യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ആ വാദം കുറച്ച് നാളെ നിന്നുള്ളൂ. പിന്നീട് ഇതുണ്ടായില്ല. ഏകദേശം ഒരു 1920 ആയി കഴിഞ്ഞപ്പോഴേക്കും ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ ലഭിക്കാൻ തുടങ്ങി. ചരിത്രപരമായ തെളിവുകൾ മാത്രമല്ല, ഹിസ്റ്റോറിക്കൽ എവിഡൻസും ആർക്കിയോളജിക്കൽ എവിഡൻസും. ഇത് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ചരിത്രകാരന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ചരിത്രകാരനും ഈ വാദം അംഗീകരിക്കുന്നില്ല. യേശുക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്ന, അതായത് യേശുക്രിസ്തു ഒരു മിത്താണെന്ന് പറയുന്ന വാദം ഇന്ന് ജീവിച്ചിരിക്കുന്ന അംഗീകൃത ചരിത്രകാരന്മാർ ആരും അംഗീകരിക്കുന്നില്ല. ഖുറാനിൽ പറയുന്ന ഈസാ നബി, നമ്മുടെ ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത്, ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ചിലർ പറയുന്ന അല്ലെങ്കിൽ യുവജനങ്ങളാണ് കൂടുതലും പറയുന്നത് ഇത് രണ്ടും ഒന്നല്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈസാ നബിയും യേശു ക്രിസ്തുവും അത് എന്താണ് ഒന്നാണെന്ന് പറയുന്നവർക്ക് ചുരുങ്ങിയ, നമുക്ക് സമയപരിമിതി ഉണ്ട്, വളരെ ഷോർട്ടായിട്ടൊന്ന് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ. ഇത് ഒന്നല്ല, ഇത് രണ്ടാണ്. അതായത് യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്. കൃത്യമായിട്ട് ഏത് കാലഘട്ടത്തിൽ ജനിച്ച കാര്യം ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇന്ന ചക്രവർത്തിയുടെ കാലത്ത് ഇന്ന അടുത്ത് ഇതായിരിക്കുന്ന സമയത്ത്, അതായത് ഗവർണർമാർ കുറേനിയോസ് സൂര്യാനാട് വാഴുന്ന കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ സ്ഥാനമൊക്കെ പറയുന്നു. മഹാപുരോഹിതന്മാരായിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ സമയത്ത് ജനിച്ചു. എവിടെ ജനിച്ചു കൃത്യമായിട്ട് പറയുന്നു, ബത്ലഹേമിൽ ജനിച്ചു. ഇതാണ്. എന്നാൽ ഈസയുടെ കാര്യം വരുന്ന സമയത്ത് അറിയില്ല. ഏത് കാലഘട്ടത്തിൽ ജനിച്ചു, എവിടെ ജനിച്ചു, ഇതൊന്നും അറിയില്ല. ഒന്നിനും തെളിവുകളില്ല. മുഹമ്മദ് ചുമ്മാ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അവിടെ ഇതായിട്ട് കിടക്കുന്നുള്ളൂ. പിന്നെ യേശുക്രിസ്തുവിന്റെ പരശുശ്രൂഷയുടെ കാലം വരുന്ന സമയത്തും അത് പറയുന്നുണ്ട്. അന്ന് ഭരിക്കുന്ന ചക്രവർത്തി ആരാണ്, അദ്ദേഹത്തിൻ്റെ പിന്നെ കീഴിലുള്ള ഗവർണർമാരാര്, ഓരോ പ്രദേശത്തെ ഗവർണർമാരാര്, അന്നത്തെ മഹാപുരോഹിതന്മാരാര്. അപ്പോൾ അവരൊക്കെ ഇന്ന ആൾക്കാരായിരിക്കുന്ന സമയത്ത് യേശുക്രിസ്തു പരസ്യമായിട്ട് തൻ്റെ അവൻ വന്ന് ഗലീലയിൽ വന്ന് സ്നാനമേറ്റ് എന്നിട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് അവൻ പ്രസംഗിക്കാൻ ആരംഭിച്ചതായിട്ട് പറയുന്നു. അപ്പോൾ അവിടെയും നമുക്ക് കൃത്യമായ എവിഡൻസ് ഇതുണ്ട്, നമ്മുടെ മുമ്പാകെ ഉണ്ട്, ചരിത്ര തെളിവുകൾ. അതായത് ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഇതും നിരീശ്വരവാദികളുടെ ഒരു ഇത് തന്നെയായിരിക്കും. കാരണം ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ഒന്നാണെന്നുള്ളത് പിന്നെ അവിടെ ആണെങ്കിൽ എന്താ, ഇവിടെ ആണെങ്കിൽ എന്താ, ഇങ്ങനെയുള്ള പല ചിന്തകൾ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലം തന്നെയാണോ? അതായത് നമ്മുടെ കൈവശം ഇപ്പൊ 2-3 കള്ളനോട്ട് കിട്ടി. അപ്പൊ ഈ കിട്ടിയതെല്ലാം കള്ളനോട്ട് ആയതുകൊണ്ട് അതിന്റെ അർത്ഥം നല്ല നോട്ട് ഗവൺമെന്റ് ഇറക്കുന്ന ഒറിജിനൽ ഇല്ലാന്നല്ലല്ലോ. അത് ഒരെണ്ണേ ഉണ്ടാവുള്ളൂ മാത്രം. ഗവൺമെന്റ് ഇറക്കുന്നത് ഒന്നായിരിക്കും. കള്ളനോട്ട് ചിലപ്പോൾ കേരളത്തിലുള്ളവൻ കള്ളനോട്ട് അടിക്കാം, തമിഴ്നാട്ടിലുള്ളവൻ അടിക്കാം, കേരളത്തിൽ തന്നെ പല കൂട്ടരടിച്ചെന്ന് വരാം. അപ്പോൾ അതിനുള്ള വ്യത്യാസം ഇവനുണ്ടാക്കിയതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ചിലപ്പോൾ അപ്പുറത്തത്, അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അപ്പുറത്തത്. അത് പല ടൈപ്പ് കാണും. പക്ഷെ ഒറിജിനൽ എന്ന് പറയുന്നത് ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ഇവിടെ എനിക്ക് കിട്ടിയത് മുഴുവൻ ഫേക്ക് നോട്ടാണെന്നുള്ളത് കൊണ്ട് ഒറിജിനൽ നോട്ടില്ല എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? മനസ്സിലായി? അപ്പൊ ഇതൊരു പിശാചിന്റെ തന്ത്രമാണ്. ഈസാ നബിയെ കുറിച്ച് ഇപ്പൊ ഇസ്ലാമിന്റെ അകത്തുനിന്ന് ഇത് മനസ്സിലാക്കിയിട്ട് ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി ഒരുത്തം വിട്ടാലും അവനൊരിക്കലും ക്രിസ്തുവിലേക്ക് വരരുത്. അതാണ് പിശാചിന്റെ ഉദ്ദേശം. കാരണം അവൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈസാ നബി ഒരു ഫേക്കാണ്. സ്വാഭാവികമായിട്ട് അവൻ ചിന്തിക്കുന്നത് ഈസാ നബി തന്നെയാണ് യേശു ക്രിസ്തു എന്ന് മദ്രസയെന്ന് ചെറുപ്പത്തിലേ കേട്ടിട്ടുള്ളതുകൊണ്ട് അവൻ വിചാരിക്കുന്നത് യേശു ക്രിസ്തു ഫേക്കാണ്. അപ്പൊ ആ ഒരു വലിയ ജനത, കുറഞ്ഞ പേരൊന്നുമല്ല, 100 ചില്ലാൻ കോടി ജനമാണ്. അപ്പൊ ആ ജനത അങ്ങനെ തന്നെ നാശത്തിലേക്ക് പോകണം എന്ന് പിശാച് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് വിശ്വാസികൾക്ക്, ഏറെ പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് അവരുടെ ഉള്ളിലുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടികൾ എനിക്ക് തോന്നുന്ന ബൈബിളിലേക്ക് കോട്ട് ചെയ്ത് തന്നെ നമുക്കിനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അധ്യായവും വാക്യവും വരെ എടുത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ, ചരിത്രപരമായ രേഖകൾ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ താങ്കൾ നല്ല മറുപടികൾ നൽകി. നമ്മൾ തുടർന്നും ചർച്ചകൾ ഇനിയും നടത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ ജനങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് താങ്കളെ സമീപിക്കുന്നതാണ്. എന്നിരുന്നാലും ഇത്രയും നേരം ഷെക്കേന ടെലിവിഷനിലെ നൈസ് ടെംപ്ലർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് താങ്കൾ കടന്നു വരികയും താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കും പ്രേക്ഷകർക്കും വേണ്ടി ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഓക്കെ, ഞാൻ എന്നും പറയുന്നത് പോലെ നമ്മുടെ ചർച്ചകൾ ഇവിടെയൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ വിശ്വാസപരമായ പല ചോദ്യങ്ങളും ഉയർന്നു വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സംശയങ്ങളും ഇതേപോലെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിൽ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ അതിവേഗം വളരെ ഷോർട്ട് പീരീഡ് കൊണ്ട് ആ ചോദ്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അത് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വ്യക്തിയുമായിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരെ കാത്തിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.